മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസി മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS എഴുതിയ ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വെണ്മയുടെ നറും നിലാവ് എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയായി. വെണ്മയുടെ ജൈത്രയാത്ര എന്ന മനോഹര കവിതയിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി വെണ്മയുടെ ഒരുപാട് സൂചകങ്ങൾ എണ്ണി പറയുന്നു. പൂത്തമുല്ല, വെള്ളാരങ്കല്ലിൽ മഞ്ഞു നീർക്കണം, മേടച്ചൂട് പറ്റിയ പകൽ, കഞ്ഞതൻ ചിരി, വിണ്ണിൽ ചേടുതെറ്റാത്ത നീങ്ങും വൃദ്ധ നക്ഷത്രം, കുരുനെറ്റിയിൽ തൊട്ട ചന്ദനം, പോള പൊട്ടിയ കമുകിൻ പൂക്കുല, മുലപ്പാൽ നുണഞ്ഞിടും ഇളം ചുണ്ടിലെ നിലാവല, പൊള്ളിടും മെയ്യിൽ തലോടുന്ന കൈത്തലം, വിടചൊല്ലും നാവിൽ പതറുന്ന മംഗളവാക്യം, ഇങ്ങനെ എത്ര വെണ്മകളുടെ സൂചകങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ തിന്മകൾ കൊടികുത്തി വാഴുന്ന ലോകത്തിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല, കാണാൻ മെനക്കെടുന്നില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മനസ്സിൽ വെണ്മയുള്ള ഒരാൾക്ക് ഈ അന്ധത മനസ്സിലും വെണ്മയുടെ ജൈത്രയാത്ര കാണാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ പ്രതീക്ഷകളുടെ കൂമ്പടയുന്ന ഇന്നത്തെ ചുറ്റുപാടുകളിലും വെണ്മ പരത്തുന്ന സുമാനുഷർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ വെണ്മയുടെ നിലാവ് പരത്തുന്ന ഒരാളാണ് അഭിവദ്യ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. തിരുമേനിയുമായി എനിക്ക് ദീർഘനാളത്തെ പരിചയമുണ്ട്. 1983 മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അന്ന് അദ്ദേഹം ഒരു കൊച്ചു ഷെമാശനായിരുന്നു. 1984 കഷീഷ പദവി ലഭിച്ചു. 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം മെത്രാപ്പൊലീത്തയായി. കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഇടയനായി അദ്ദേഹം നടത്തിയ അജപാലന ശുശ്രൂഷ ശ്രദ്ധേയമായി. വളരെ വിനയാതീതനായി സൗമ്യതയോടെ എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തിരുമേനിയാണ് ഞാൻ പരിചയപ്പെട്ടത്. എതിർചേരിയിൽ നിൽക്കുന്നവരോടും അദ്ദേഹം കാണിക്കുന്ന ആദരവ് അന്യാദൃശ്യമാണ്. പരിശുദ്ധാത്മ നിറവുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പരമ്പരയിലെ 4ാം തലമുറക്കാരനായ ഒരു പിതാവിൽ നിന്ന് അതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മലങ്കര സഭാ സമാധാനം എന്നും എനിക്ക് പ്രിയപ്പെട്ട വിഷയമായിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ ഐക്യം മാത്രമല്ല, മാർത്തോമൻ പൈതൃകം പേർന്ന എല്ലാ സഭകളും ഒരുമിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായി ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞങ്ങളൊരു ഫോർമുല തയ്യാറാക്കി. ഇരു വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്നെ നിയോഗിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദൂതനായി ശ്രേഷ്ഠ ഭാവയുമായി 2006 ഞാൻ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി. പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻറ്ററിൽ വെച്ച് എന്നോടൊപ്പം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ചെയർമാൻ ബാബു പോളും ഉണ്ടായിരുന്നു. ഊഷ്മളമായ വരവേൽപ്പാണ് എനിക്ക് ലഭിച്ചത്. IASൽ 4 നൂറ്റാണ്ട് പിന്നിട്ട എന്നെ ബാവ ആശ്ലേഷിക്കുകയും വിശുദ്ധ ഗ്രന്ഥം തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചർച്ചയിൽ ഗ്രിഗോറിയസ് തിരുമേനിയും പങ്കെടുത്തു. സഭാ സമാധാനത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഫോർമുല ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സഭാ സമാധാനത്തിന് വേണ്ടി തിരുമേനി കാണിച്ച തീക്ഷ്ണത അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം പ്രത്യുതാൽപ്പിക്കുന്നതായിരുന്നു. ശ്രേഷ്ഠ ഭാവയുടെ അംഗീകാരവും വാങ്ങി ഞാൻ പിറ്റേന്ന് പത്തനാപുരം താബോർ ദയാറിൽ വിശ്രമിക്കുകയായിരുന്ന ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ദിദിമോസ് ബാവയെ കണ്ടു. വ്യക്തിപരമായ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് എന്നെ ഉപദേശിച്ചത്. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 2017 സുപ്രീം കോടതി വിധി വന്നു. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. 8 വർഷം കഴിഞ്ഞിട്ടും സഭാ സമാധാനം ഇന്നും ഒരു മരീചികയായി നിലനിൽക്കുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും ഈ സുപ്രീം കോടതി വിധി ഉപകരിച്ചിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധി പാലിക്കപ്പെടാത്തതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നും അതിനുള്ള പരിഹാര നടപടികൾ എന്തൊക്കെയാണ് എന്നും കണ്ടുപിടിക്കാൻ വിഷയം ഡിവിഷൻ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. ക്രിസ്തേശുവിൻ്റെ സഭയിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത തീർക്കാൻ ഒരു സിവിൽ കോടതിക്കും കഴിയുകയില്ല. സിവിൽ നിയമങ്ങളല്ല ഇവിടെ ഭരിക്കപ്പെടേണ്ടത്. അതിൻ്റെ എല്ലാം ഉപരിയായി ക്രിസ്തുവിൻ്റെ നിയമങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. അതൊക്കെ വിസ്മരിച്ചത് കൊണ്ടാണ് സഭയിൽ ഇന്നും അനൈക്യം കൊടികുത്തി വാഴുന്നത്. സമാധാനത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് പറയുന്നവർ അതിനുവേണ്ട ഒരു മുന്നൊരുക്കവും നടത്തുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം കാക്ഷിക്കുന്നുവെന്ന് ഇരു പ്രധാനമന്ത്രിമാരും പ്രഖ്യാപിച്ചാൽ മതിയോ? സമാധാനം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇരു ജനതകളുമായുള്ള അകൽച്ച കുറയ്ക്കുക എന്നതാണ്. അതിന് വാഗ അതിർത്തി തുറന്നിടണം. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്യാൻ കഴിയണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ പര്യടനം നടത്തണം. മറിച്ചും പാകിസ്ഥാനിലെ കവാലി സംഗീതജ്ഞർ ഇന്ത്യയിൽ വന്ന് പാടണം. പകരം ഹിന്ദുസ്ഥാനി ഗായകർ പാകിസ്ഥാനിലും. ഇതിന് ഡിപ്ലോമാസിയിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇരു സഭകളും മുന്നൊരുക്കം നടത്തണം. ആദ്യം സഹോദരി സഭകളായി നിലകൊള്ളുക, പിന്നീട് സഹവർത്തിത്വമാകാം. അത് കഴിഞ്ഞിട്ട് മതി സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യം 2018 ജനുവരി 5 കോട്ടയം ബെസിലിയസ് കോളേജിൽ വെച്ച് നടന്ന ബെസിലിയസ് 2ാമൻ സ്മാരക പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതാണ്. അന്ന് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പൗലോസ് 2ാമൻ ബാവ അതിനോട് യോജിച്ചുവെങ്കിലും പിറ്റേന്ന് മറ്റാരുടെയോ പ്രേരണ കൊണ്ടാവാം എന്നെ അധിക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ സഭയ്ക്ക് അനഭിനന്ദനായി. പടിക്ക് പുറത്താക്കിയില്ല എന്നത് മാത്രം.
മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷവും സമാധാനം കാക്ഷിക്കുന്നു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടും സഭാ സമാധാനത്തിന് വേണ്ടി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം സമാധാനം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ ഇരുവിഭാഗങ്ങളിലുമുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ക്രിസ്തുവും സഭയും അവർക്ക് പ്രശ്നമല്ല. ഭാരതത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിമിരം ബാധിച്ച അവരുടെ കണ്ണുകൾ കാണുന്നില്ല. സ്വന്തം കാൽച്ചോട്ടിനിടയിൽ നിന്നും മണ്ണൊഴുകിപ്പോകുന്നത് അവർ അറിയുന്നില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സഭാമക്കൾ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അപ്പോഴാണ് വെണ്മയുടെ നറും നിലാവ് പരത്തുന്ന ഒരു ക്രിസ്തുദാസൻ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ വലിയ ഇടയനായി അവരോധിക്കപ്പെടുന്നത്. പ്രതീക്ഷയുടെ ഈ പൊൻവെളിച്ചത്തെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. എന്നും ക്രിസ്തുവിൻ്റെ പാദങ്ങൾ പിന്തുടരാൻ, എന്നും വചനം ധ്യാനിക്കുവാൻ, എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, എന്നും നിത്യോപവാസത്താൽ സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുവാൻ, എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, എന്നും ക്രൂശിലേറുവാൻ, എന്നും നമുക്ക് വഴികാട്ടുവാൻ ഈ പിതാവിനെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പ്.